അപ്പോൾ ഇന്ന് നമ്മൾ MT5 എങ്ങനെ ട്രേഡ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ MT5 എല്ലാവരും ഡൗൺലോഡ് ആക്കിയില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ MT5 ഓപ്പൺ ആക്കട്ടോ. MT5 ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞ രണ്ട് മാർക്കറ്റാണ് നമ്മൾ, അതായത് രണ്ട് സംഭവത്തിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞു. ഒന്ന് ഗോൾഡ്, ഒന്ന് BTC ബിറ്റ് കോയിനിൽ. അതായത് നമ്മളിവിടെ പ്ലസ് ഐക്കൺ കണ്ടോ, അതായത് നമ്മൾക്ക് ഈ കോട്ടക്സ് പറഞ്ഞ സംഭവത്തിൽ ഇതാ ഇവിടെ കുറേ ഇതുണ്ടാവും. കോട്ടക്സ് ഉണ്ടാവും, ചാർട്ട് ഉണ്ടാവും, അതായത് ട്രേഡ് ഹിസ്റ്ററി, മെസ്സേജ് ഉണ്ടാവും. ഈ ഇങ്ങനെ 5 ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ 5 ഓപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഈ കോട്ടക്സ് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഈ കോട്ടക്സ് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും, അതായത് ഈ മേലെ പ്ലസ് ഐക്കൺ കാണും, ഈ പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കണിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഏതിന് ട്രേഡ് എടുക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യാം, അതായത് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആദ്യം ഗോൾഡ് എടുക്കുക, അതായത് XAU USD അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും ഗോൾഡ് US ഡോളേഴ്സ്, അതായത് അടിയിൽ താഴെ താഴെ നമുക്ക് അതായിട്ട് കാണിക്കും, അങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, അതായത് ഈ കാണുന്ന പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കോട്ടക്സിൽ XAUUSD ആവും. പിന്നെ ക്ലോസ് കൊടുത്തിട്ട് കളയുക. എന്നിട്ട് BTC USD ഉണ്ടാവും, BTC USD ഉണ്ടാവും. അതിലും അങ്ങനെ തന്നെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോട്ടക്സിക്ക് വരില്ല. എന്നിട്ട് ബാക്ക് പോവാം. ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ രണ്ടും കാണാൻ സാധിക്കും, അതായത് XAUUSD ആണെങ്കിൽ BTC USD കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡാക്കി ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ട്രേഡ് എടുത്ത് കാണിച്ചാൽ, അതായത് XAUUSD എടുത്തു. ഇതിൽ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെ ഓപ്പൺ ആയി വരും, അതായത് ട്രേഡ് എടുക്കാനുള്ള ചാർട്ട് നമുക്ക് ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിന് ശേഷം നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ, അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബൈ സെൽ, അതായത് ബൈ സൈഡും വരും, സെൽ സൈഡും വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൂട്ട്, അതായത് ഇവിടെ വേറെ സംഭവം ഇത് ശ്രദ്ധിക്കണം, ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ലൂട്ട് പറഞ്ഞ സംഭവമുണ്ട്, ലൂട്ട്. അതായത് നമ്മൾ എപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴും കുറഞ്ഞ ലൂട്ടിൽ മാത്രം എടുക്കാം. ഞാൻ പറഞ്ഞുതരും, അപ്പോൾ ആ ഒരു രീതിയിൽ ലൂട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കൂട്ടണമെങ്കിൽ ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് കൂട്ടും ചെയ്യാം. പിന്നെ നമുക്ക് കീബോർഡ് എൻ്റർ ആക്കിയിട്ട് ഇതാക്കുകയും ചെയ്യാം. അത് ഞാനിപ്പോൾ ജസ്റ്റ് ട്രെയിൻ എടുത്തത് 0.01, അതായത് ഇതാണ് ഒരു മിനിമം ചെറിയ ലൂട്ട് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയും അവിടെ ബൈ ചെയ്യണം പറയും. അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് ഇവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ ആവും, അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സെറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അതവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, ബൈ കൊടുക്കുക. ബൈ ഓർഡറായി, ബൈ ഓർഡർ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് നമ്മൾ ഒറ്റ ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഒറ്റ ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. എന്താ പറയുക, പുറമെ ഇങ്ങനെ ഒരൊറ്റ ട്രേഡ് എടുക്കാം. ഒറ്റ ട്രേഡ് മാത്രം എടുക്കാമല്ലോ, അതിൻ്റെ അപ്പുറത്ത് കളിക്കാതെ. പിന്നെ നമ്മൾ ഇതിലെങ്ങനെ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ്സ് എങ്ങനെ എടുക്കാൻ തരാം. അതായത് നമ്മളിപ്പോൾ ഈ ബൈ ചെയ്തതിൻ്റെ അവിടെ ഒരു ബ്ലൂ ഡോട്ട് കണ്ടോ, ആ ബ്ലൂ ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടിയിൽ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, അതായത് ബ്ലൂ ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, അതായത് ക്ലോസ്, ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻ വന്നു. ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തത് സ്റ്റോപ്പ് ലോസ്, അതായത് സ്റ്റോപ്പ് ലോസ് കിട്ടിയ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അത് നമ്മൾ ആദ്യം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. പിന്നെ ടേക്ക് പ്രോഫിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടേക്ക് പ്രോഫിറ്റ് നോക്കാം, അതായത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ഒരു കാണുന്ന ഓപ്ഷൻ ഒരു ഏരോ മാർക്ക്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മോഡിഫൈ, അതായത് ഇവിടെ ഇവിടെ മോഡിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളെ ടാർഗറ്റ് അവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ നമ്മളൊരു ഓർഡർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ക്ലോസ് ചെയ്യാനാണ് കാണിച്ചു തരാം. ക്ലോസ് ചെയ്യാൻ നമുക്കിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് അടിക്കണ്ട, നമുക്കിപ്പോൾ ടാർഗറ്റ് അടിക്കാതെ ഞാനെങ്ങനെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അതായത് അങ്ങനെ തന്നെ, അതായത് നമുക്കിതിൽ ട്രേഡിൽ പോയാൽ കാണാം നമുക്ക് നമ്മളെ ഇതിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളെടുത്ത ട്രേഡ് മൂവ് ചെയ്യുന്നത് നമുക്ക്
കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന, അതായത് ഈ കാണുന്ന ഒരു ഓപ്ഷൻ, അതായത് ഇവിടെ കാണുന്ന ഒരു ത്രീ ഡോട്ട്സ് ഉണ്ടാവും. ആ ത്രീ ഡോട്ട്സുമ്പോൾ പോയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ക്ലോസ് പൊസിഷൻ പറഞ്ഞാൽ ക്ലോസ് പൊസിഷൻ ക്ലോസ് ആയി. അല്ല നമുക്ക് ഞാൻ ട്രെയിൻ അടിച്ചില്ല, ഇവിടെ വന്നിട്ട് നമ്മളിവിടെ എല്ലാം കണ്ടു, ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഈ ഡോട്ട്സിനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഇവിടെ ക്ലോസ്, അതായത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണതിന് മുമ്പേ നമുക്ക് സെല്ല് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ക്ലോസ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ക്ലോസ് വിത്ത് ലോസ്, ഓക്കെ. അത് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് പ്രോഫിറ്റ് കാണിക്കും, ലോസ് ആണെങ്കിൽ ലോസ് കാണിക്കും. കൊടുക്കുക, നമ്മളെ സെൽ ഓർഡർ അവിടെ വരുന്നത്, അതായത് നമ്മൾ ഓർഡർ സെല്ലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബൾക്ക് സംഭവം കാണിച്ചു തരാം. ഒരു പ്രോഫിറ്റ് തന്നെ കാണിച്ചു തരാം. വെയിറ്റ്, ബൾക്കായിട്ട് ട്രേഡ് എടുത്തരാം. സ്കാൽപ്പിംഗ് പറഞ്ഞ ട്രേഡാണ്, ബൾക്കായിട്ട് എടുത്താണ് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബ്രദേഴ്സ്. ആരും ഇങ്ങനെ അനുകരിക്കരുത് കേട്ടോ, ഇങ്ങനെ ആരും അനുകരിക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബൾക്കായിട്ട് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ്സ്, അതായത് നമ്മൾ ഉണ്ടായിരുന്നത് നമ്മളിൽ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് പറഞ്ഞത് $3399. ഒറ്റയടിക്കാണ് ഇത്ര പ്രോഫിറ്റ്സ് ആണ് കൂടി ബൾക്കായിട്ട് നമുക്ക് സെല് ചെയ്യാം. സെൽ, ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇങ്ങോട്ട് ജസ്റ്റ് കാണിച്ചു തരാം. സെല്ല് ബൈ ബൈ ബൈ. ആരും ഇങ്ങനെ അനുകരിക്കരുത് കേട്ടോ, ഇങ്ങനെ ആരും ട്രേഡ് എടുക്കരുത്. ഞാൻ ജസ്റ്റ് നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ആക്കി എടുത്തതാണ്. ആരും ഇത് അനുകരിക്കരുത്. ഇതാണ് നമ്മുടെ ടൈം ചേഞ്ച്, അതായത് ഓരോ ടൈമിൽ നമുക്ക് അതാണ് ഞാൻ പറയാൻ ചോദിച്ചത്. ഇത് 1 മിനിറ്റ്, 1 മിനിറ്റിൽ നമുക്ക് ഗ്രാഫ് ഈ ഒരു രൂപത്തിൽ കാണാൻ സാധിക്കാം. 2 മിനിറ്റ്, 5 മിനിറ്റ്സിൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ 50 മിനിറ്റ്സിൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ടൈം റേഞ്ച് എന്ന് പറഞ്ഞത്, വേറെ ഒന്നല്ല. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഹിസ്റ്ററി ഇതാണ്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഇപ്പോൾ ഓൾറെഡി ലോസിലാണ് നിൽക്കണേ. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണേ. ജസ്റ്റ് ഇതിൻ്റെ പ്രോഫിറ്റ്സും കൂടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ആക്കി.